ഹൈ ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +1 ട്രിഗ്നോമെട്രിയിലെ ചാപ്റ്റർ 3 എക്സാമ്പിൾ 1 ആണ്. അപ്പോൾ 40 ഡിഗ്രി ഇൻറ്റു 20 മിനിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, 40 ഡിഗ്രി ഇൻറ്റു 20 മിനിറ്റ് അതിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ 40 ഡിഗ്രി 20 മിനിറ്റ് എന്നുണ്ടല്ലേ. സോ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്. 1 degree equal to 60 minutes. Then ഇവിടെ എങ്ങനെ വരും, ഈക്വൽ ടു 40 ഡിഗ്രി പ്ലസ് 20 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. ഓക്കെ, ഇവിടെ 20 മിനിറ്റ് എന്നല്ല, അപ്പൊ നമുക്ക് അതിന് സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 60 കൊടുത്താൽ മതി. അപ്പൊ 40 ഡിഗ്രി പ്ലസ് 20 ഡിവൈഡ് ബൈ 60 എന്ന് വരും. അപ്പൊ ഈ 0യും 0യും കട്ടായി, ഈ 2ഉം 6ഉം കട്ടാകുമ്പോൾ ഇവിടെ എന്ത് വരും, 1/3 എന്ന് വരും അല്ലേ. സോ 40 ഡിഗ്രി പ്ലസ് 1/3 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെ ചെയ്യാം, ഇത് 40 ഇൻറ്റു 3 120 അല്ലേ. സോ 120 ഡിഗ്രി പ്ലസ് 1/3. അപ്പൊ എന്ത് വരും, 121 ഡിഗ്രി ബൈ 3 എന്ന് കിട്ടും നമ്മുടെ ഇവിടെ ഡിഗ്രി വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റേഡിയൻ മെഷറിലേക്കല്ലേ കൺവേർട്ട് ചെയ്യണ്ടേ. സോ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്, റേഡിയൻ മെഷർ ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ ആണ്. പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. അപ്പോൾ എങ്ങനെ വരും, പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി എത്ര കിട്ടിയേ, 121/3 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ എത്ര കിട്ടുക, 121 ഡിവൈഡഡ് ബൈ 540 പൈ റേഡിയൻ എന്ന് വരും. ക്ലിയർ ആണോ? 180 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 540 ആണ്, ഇത് 121 പൈ. അപ്പൊ ഇതാണ് എക്സാമ്പിൾ 1ന്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. ഇവിടെ ഇത് എക്സാമ്പിൾ 2 ആണ്. ഓക്കെ, എക്സാമ്പിൾ 2 കൺവേർട്ട് 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 6 റേഡിയൻ തന്നിട്ടുണ്ട്, നമ്മൾ അത് ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. അപ്പോൾ റേഡിയൻ മെഷർ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ആദ്യം റേഡിയൻ മെഷർ ഈക്വൽ ടു, റേഡിയൻ മെഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, റേഡിയൻ മെഷർ ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ അല്ലേ. ഇവിടെ നമുക്ക് റേഡിയൻ മെഷർ എത്ര തന്നിട്ടുള്ളത്, 6. സോ 6 ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിഗ്രി മെഷർ അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നു, ഡിഗ്രി മെഷർ ഈക്വൽ ടു, നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഡിഗ്രി മെഷർ ഈക്വൽ ടു ഡിഗ്രി മെഷർ ഈ നമുക്ക് കൺഫ്യൂഷൻ ആക്കണ്ട, അതിന് ഡിഗ്രി മെഷർ ഇൻറ്റു ഇവിടെ ഉള്ളതെല്ലാം ഇങ്ങോട്ട് ലെഫ്റ്റ് RHSലുള്ള ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. പൈ ബൈ 180 ഈക്വൽ ടു 6 എന്ന് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഇത് മേലെ ഉള്ളത് ഇവിടെ ഉള്ളത് ഇങ്ങോട്ടും ഇവിടെ ഉള്ളത് ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ അടുത്ത സ്റ്റെപ്പില് എന്താണ്, ഡിഗ്രി മെഷർ ഈക്വൽ ടു 6, ഇവിടെ ഡിവൈഡ് അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡോട്ട് വരുമ്പോൾ എന്താ മൾട്ടിപ്ലിക്കേഷൻ വരില്ല, ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. അപ്പൊ ഫൈനലായിട്ട് നമുക്കിവിടെ ഇത് എങ്ങനെ എഴുതാൻ വേണ്ടി വരും, പൈക്ക് നമുക്ക് 22 പൈയുടെ വാല്യൂ എത്രയാണ്, 22/7 അല്ലേ, ആ വാല്യൂവും കൊടുക്കാം. ഓക്കെ, അപ്പോ 6 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് 6 ഇൻറ്റു 180 ബൈ പൈക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, 22/7 എന്ന് വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്കിവിടെ എങ്ങനെ വരും, 6 ഇൻറ്റു 180 ഇൻറ്റു ഈ 7 വേറോട്ട് പോകുമല്ലോ, സോ 7/22 എന്ന് കൊടുക്കുന്നു. അപ്പോ ഫൈനലായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഇത് ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് കട്ട് ചെയ്ത് വിട്ട് ഇവിടെ 11 വരും, ഇവിടെ 19 വരുവേ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3718 ഡിവൈഡഡ് ബൈ 11 ഡിഗ്രി എന്ന് കിട്ടും. ഇതും കൊണ്ടായോ, ഡിഗ്രി മെഷർ കറക്റ്റ് ആവുമോ, നമുക്ക് അതിനെ മിനിറ്റിലും സെക്കൻഡിലൊക്കെ ആക്കണ്ടേ.
അപ്പം ഇതിനെ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഗ്രി മെഷർ ഈക്വൽ ടു ഈ 3718 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 3 3 33. നെക്സ്റ്റ് 7 3 4 വരും ഇവിടെ 480. അപ്പൊ 44 then 40. അപ്പൊ ഇവിടെ എത്ര വരും? 3 3 33. ഇവിടെ എന്ത് വരും? 7 വരും അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇതിന്റെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? 343 ഡിഗ്രി പ്ലസ് 7/11 എന്ന് കൊടുക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇതുകൊണ്ടായോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് മിനിറ്റും സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 343 ഡിഗ്രി പ്ലസ് 7/11 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു? 60 ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 343 ഡിഗ്രി പ്ലസ് 420 ഡിവൈഡഡ് ബൈ 11 മിനിറ്റ്സ് എന്ന് വരും. സോ 420 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 33. ഇവിടെ 12 3s എന്ന് പറയുമ്പോൾ എത്ര വരും? 9. അപ്പൊ ഇവിടെ എന്ത് വരും? 88. സോ 343 ഡിഗ്രി പ്ലസ് ഇവിടെ എന്ത് വരും? 38 മിനിറ്റ് പ്ലസ് 2/11 മിനിറ്റ് എന്ന് വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് ആക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു? 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 2/11 ഇൻറ്റു 60 ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 120 ഡിവൈഡഡ് ബൈ 11 എന്ന് വരുന്നു. സോ 120 ഡിവൈഡഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോന്നു? 10 വന്നു. നിങ്ങളുടെ ഇനി സെക്കൻഡ് ഡയറക്റ്റ് മിനിറ്റ് വരെ നമ്മൾ കണ്ടുപിടിച്ചു, സെക്കൻഡ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇവിടെ 10ൽ പോവില്ലേ? അപ്പൊ ഇവിടെ ഒരു 0 കൊടുക്കുന്നു, അടുത്ത് ഇവിടെ ഒരു 0 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 9 വരും അല്ലെ? 10.9 ഇത്രയും കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ വന്നേക്കുന്ന ഫൈനൽ എത്രയാണ് വന്നേക്കുന്നത്? 10.9. അപ്പൊ നമ്മുടെ ഫൈനല് 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 10.9 സെക്കൻഡ് എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് റേഡിയൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, 6π റേഡിയൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ക്വസ്റ്റിനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.